നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി 1200-ലധികം പേരെ കൊല്ലുകയും 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന്. ഇസ്രായേലെങ്ങും ഇന്ന് ഔദ്യോഗികമായി ദുഃഖാചരണം നടത്തുകയാണ്. ഈ ദിനത്തിൽ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് തന്നെ അങ്ങേയറ്റം വികാരപരമായ ഒരു പ്രസ്താവനയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗിൻ്റെ പ്രസ്താവന ഇങ്ങനെ പറയുന്നു: രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ നിശ്ചലാവസ്ഥയിലാക്കിയ ഒരു വർഷമാണ് കടന്നുപോയത്. ഇസ്രായേലിൻ്റെ ആകാശം ഇരുണ്ടിരിക്കുന്നു. സ്വന്തം ജനങ്ങൾക്ക് നേരെ അതിക്രൂരന്മാരായ തീവ്രവാദികൾ നടത്തിയ കടുംകൈകൾക്ക് തങ്ങൾ സാക്ഷിയാകേണ്ടി വന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൂത സമൂഹത്തെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും ജനതയെയും നശിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും ഹെർസോഗ് ആരോപിച്ചു. ഇസ്രായേൽ ജനത ഇന്നും വേദനിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളൊഴുക്കിയ കണ്ണീരിനെ അനുസ്മരിച്ച് ഇന്ന് ദേശീയ ദുഃഖാചരണം നടത്താനും പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ഒക്ടോബർ 7 നടന്ന അക്രമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ആക്രമണം നടന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം തീവ്രവാദികളുമായി ധീരമായി ഏറ്റുമുട്ടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികനെ പ്രദേശവാസി ശുശ്രൂഷിക്കുന്നതിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ഒരു ഡ്രോൺ ഹമാസ് ഭീകരർ വെടിവെച്ചിടുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റുമുട്ടലിനിടെ സൈനികർ ഓടി നടന്ന് ഭീകരരെ നേരിടുന്നതും ചിലർ തറയിൽ വീണ് കിടക്കുന്നതും കാണാൻ കഴിയും. അതേസമയം ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരുടെ വീട്ടുകാർ ഇപ്പോഴും ദുഃഖം താങ്ങാനാവാത്ത അവസ്ഥയിലാണ്. ഇവരിൽ സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം ആരുടെയും കരളലിയിക്കുന്നതാണ്. മൻഡി ഡമാരി എന്ന 63-കാരിയായ ബ്രിട്ടീഷുകാരിയായ അധ്യാപികയുടെ മകൾ എമിലിയെയാണ് ഹമാസ് ഭീകരർ കഴിഞ്ഞ ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയത്. പിന്നെ മകളെക്കുറിച്ച് ഇന്നേ വരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലിലെയും ബ്രിട്ടനിലെയും പല രാഷ്ട്രീയ നേതാക്കളുമായും മകളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ നടത്തി എങ്കിലും ഒരു ഫലവും കണ്ടില്ല. നിലവിൽ ഹമാസിൻ്റെ തടവിലുള്ള ഏക ബ്രിട്ടീഷുകാരിയാണ് എമിലി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തിയത് 1200 പേരെയാണ്. 250 പേരെ ബന്ദികളാക്കി. അവരിൽ ചിലരെ വിട്ടയച്ചു. എങ്കിലും 100ഓളം പേർ ഇപ്പോഴും ഹമാസ് തടവിലാണ്. ഇവർ പലരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട്. അതിനിടെ ഇന്നലെ രാത്രി ഇസ്രായേൽ ലെബനനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായതാണ് ഇന്നലെ ഉണ്ടായത്. ഹിസ്ബുള്ള താവളങ്ങളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്നാൽ ഹമാസ് അനുകൂലികളാകട്ടെ ഒക്ടോബർ 7 സ്മാരകങ്ങൾ തകർത്ത സംഭവങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മരണദിനം ആഘോഷിക്കാനുള്ള ഭീകരരുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടയിലും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: എന്നായിരിക്കും ഇസ്രായേൽ ഇറാനിലേക്ക് പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത്. 181 മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത്. അതിന് ഇസ്രായേൽ തിരിച്ചടി നൽകും എന്ന് പലതവണ ഇസ്രായേൽ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അത് എപ്പോഴായിരിക്കും സംഭവിക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ 1-ാം വാർഷിക ദിനമായി ഇന്നായിരിക്കുമോ ആ ആക്രമണം ഉണ്ടാകുന്നത് പോലും പലരും സംശയിക്കുന്നുണ്ട്. എന്തായാലും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും എല്ലാം തന്നെ ഏതാണ്ട് പത്തി മടക്കിയ അവസ്ഥയിലാണ് ഇപ്പോൾ. ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ. അവരുടെ ആയുധ ശേഖരം തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ആയുധങ്ങൾ ലഭിക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും ഇല്ലാതാക്കിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളുടെ ശല്യം ഭാവിയിൽ ഇസ്രായേലിന് ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം.